ഹലോ വ്യൂവേഴ്സ്, നമസ്തേ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്ന് 9th ഏപ്രിലാണ്. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഓപ്ഷൻ്റെ പെർഫോമൻസാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ പുട്ട് സൈഡ് മാത്രമാണ് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എൻട്രി എക്സിറ്റ് എടുക്കാൻ സാധിക്കും. ഇതൊരു സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ, അതായത് നമുക്ക് ലൈവിൽ ഇത് ഇൻഡിക്കേഷൻ കാണിച്ചു തരും. എവിടെ നമ്മൾ ബൈ ചെയ്യണം, ഏത് ലെവലാകുമ്പോൾ എക്സിറ്റ് കൊടുക്കണം, സ്റ്റോപ്പ് ലോസ് എത്ര വെക്കണം എന്നൊക്കെ സോഫ്റ്റ്വെയറിന് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. നമ്മൾ ജസ്റ്റ് അത് നോക്കിയിട്ട് കൺഫേം നോക്കിയ ശേഷം ട്രേഡ് എല്ലാം നിങ്ങളുടെ ബ്രോക്കറിൽ തന്നെയാണ് എടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാവുന്ന സ്ട്രാറ്റജി. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ, വാട്സപ്പ്, സെയിം നമ്പർ തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഓഫീസ് ഡയറക്റ്റ് വരാവുന്നതാണ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 23,900 പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടാണ്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഇതുപോലെ സെപ്പറേറ്റ് ഓപ്ഷൻ ചാർട്ട് അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ അതിൻ്റെ മാർക്കറ്റ് റേറ്റ് ആണ് ഈ റൺ ചെയ്യുന്ന 301. ഇവിടെ നിങ്ങൾക്ക് ഒരു വാല്യൂ കാണാൻ സാധിക്കുന്നുണ്ട് 272.55. അത് നിഫ്റ്റിയുടെ ആ പുട്ട് ഓപ്ഷൻ്റെ എൻട്രി പോയിന്റ്, അതായത് സോഫ്റ്റ്വെയർ 272 ആ ഒരു ഓപ്ഷൻ ബൈ ചെയ്യാൻ പറഞ്ഞത്. അത് ഇപ്പോഴത്തെ അതിൻ്റെ മാർക്കറ്റ് വാല്യാണ് ഇപ്പം നിൽക്കുന്ന 303, അതായത് 30 പോയിന്റോളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഗ്രീൻ കളറിൽ അപ്പയർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ബൈ ചെയ്യാൻ ഇൻഡിക്കേഷൻ വരുന്നത്. ആ സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും. അതായത് ബൈ ഇന്ന റേറ്റിൽ ബൈ ചെയ്തെന്നുകൊണ്ട് സോഫ്റ്റ്വെയർ നമുക്ക് ഇൻഡിക്കേഷൻ തരും. അതേ ഡീറ്റെയിൽസ് മേഖല എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ബൈ വന്നു പണ്ട് നമ്മൾ കയറി ബൈ എടുക്കല്, ജസ്റ്റ് കൺഫേം ആയി നോക്കുക. കൺഫേമായ ട്രേഡുകൾ മാത്രം പിക്ക് ചെയ്യുക. അതും സോഫ്റ്റ്വെയർ തന്നെ കാണിക്കും. അതായത് ബൈ എൻട്രി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ട താഴത്തെ പ്രൈസ് ഇവിടെ ബൈ സോൺ ആയോ നോക്കുക. അതുപോലെ ഈ ആരോടെ താഴത്തെ ഒരു ബാർ ഇല്ലേ, അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. അതെന്താണ്, സിഗ്നലിന് ശേഷമുള്ള ബാർ മാത്രം നോക്കുക. അതിൻ്റെ താഴത്തെ ബാർ ഗ്രീൻ ആയോ നോക്കുക. രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണോ നമുക്കവിടെ എൻട്രി ചെയ്യാവുന്നതാണ്. ഉണ്ട്, ഇതിൻ്റെ താഴത്തുള്ള ബാർ ഗ്രീൻ ആയോ നോക്കുക. എൻട്രി പോയിന്റ് വരുമ്പോൾ തന്നെ എക്സിറ്റ് ലെവൽ താഴെ കാണിക്കുന്നുണ്ട്. 286, 97, 307 ഇങ്ങനെ 3 എക്സിറ്റ് ലെവൽ അവിടെ കാണിക്കുന്നുണ്ട്. ഈ എക്സിറ്റിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരാളാണ്, ഫ്രഷർ ആണോ എങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് വരുമ്പോൾ മാറുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി കഴിഞ്ഞു, ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് പിന്നെ വൺ സൈഡ് മാർക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു റെഡ് സ്റ്റാർ കാണിക്കുക. അത് മാർക്കറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ റീ എൻട്രി ചെയ്യാം. അതായത് വൺ സൈഡ് മാർക്കറ്റ് ഇതുപോലെ നിങ്ങൾക്ക് റീ എൻട്രി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി പഠിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.